F-35 വിമാനങ്ങളെ നാറ്റോ രാജ്യങ്ങളിലേക്കും യൂറോപ്പ് യൂണിയൻ രാജ്യങ്ങളിലേക്കും എത്രത്തോളം അമേരിക്ക കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്നത് നമ്മുടെ ചാനൽ റെഗുലറായി കാണുന്നവർക്കറിയാം. ഈ ഒരു സമയത്താണ് ഫ്രാൻസ് ഭരണകൂടം ഒരു അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ F-35 വിമാനങ്ങൾ യൂറോപ്പ് യൂണിയൻ രാജ്യങ്ങളിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ മുതൽ അവരുടെ സ്വന്തം രാജ്യത്ത് നിർമ്മിക്കുന്ന 4th ജെൻ ഫൈറ്റർ ജെറ്റ് ആയിക്കോട്ടെ 5th ജെൻ ഫൈറ്റർ ജെറ്റ് ആയിക്കോട്ടെ, ഇതെല്ലാത്തിനെയും ഈ F-35 കുറച്ചായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. F-35 വിമാനങ്ങളെ യൂറോപ്പ് യൂണിയൻ രാജ്യങ്ങളിലേക്ക് അലോ ചെയ്തത് തന്നെ തെറ്റാണെന്ന ഒരു വലിയ സ്റ്റേറ്റ്മെന്റ്, അമേരിക്കയ്ക്കെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഫ്രാൻസ് ഭരണകൂടം പുറത്തുവിട്ടിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ഉക്രൈന് ആവശ്യമായ അവസാനഘട്ട സഹായം 250 മില്യൺ അമേരിക്കൻ കോൺഗ്രസ് സഭ അപ്രൂവ് ചെയ്തിരിക്കുന്നു. ഡൊണറ്റ്സ് റീജിയണിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ റഷ്യ കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം പിടിച്ചെടുത്തിരിക്കുകയാണ്. ഉക്രൈന്റെ കോട്ട എന്നറിയപ്പെടുന്ന ഈ ഒരു ഏരിയ റഷ്യ പിടിച്ചെടുത്തത് റഷ്യയെ സംബന്ധിച്ച് വളരെ വലിയൊരു നേട്ടം തന്നെയാണ്. ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് പോവാം. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂറോപ്പ് യൂണിയനിൽ നിരവധി രാജ്യങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ കറന്റ്ലി 13 രാജ്യങ്ങളാണ് ഈ F-35 ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനിയും നിരവധി രാജ്യങ്ങൾ ഇത് വാങ്ങിക്കണമെന്ന പ്ലാനിലാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് പോർച്ചുഗലിൽ നിന്നും കുറച്ചധികം ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അറിയിപ്പ് പുറത്തു വന്നത്. അവരുടെ പക്കലുള്ള F-16 എല്ലാം F-35 കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പോകുന്നു. ഓൾറെഡി അവരുടെ പക്കലുള്ള F-16 എല്ലാം പഴയതാണ്. ഈ F-16 എല്ലാം അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ അതിന്റെ കോസ്റ്റ് അധികമായതുകൊണ്ട് ഈ F-16 റീപ്ലേസ് ചെയ്ത് 5th ജെൻ എയർക്രാഫ്റ്റ് ആയ F-35 വാങ്ങാൻ പോകുന്നു എന്ന അറിയിപ്പാണ് പോർച്ചുഗലിൽ നിന്നും പുറത്തു വന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഫ്രാൻസ് ഒരു പ്രധാനപ്പെട്ട വാർണിംഗ് പുറത്തുവിട്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, F-35 വാങ്ങുന്നത് മൂലം നിങ്ങളുടെ ആർമി പവർ ഇൻക്രീസ് ചെയ്താലും അതുപോലെ എയർഫോഴ്സിന്റെ പവർ ഇൻക്രീസ് ആയാലും ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ഈ F-35 കൂടുതലായി നമ്മുടെ രാജ്യത്തിലേക്ക് വരും തോറും നമ്മുടെ രാജ്യത്തിന്റെ സ്വന്തം എയർക്രാഫ്റ്റ് പ്രൊഡക്ഷൻ അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ഇത് രണ്ടും കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിന് ഉദാഹരണമായി അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2021 സ്വിറ്റ്സർലൻഡ് ഫ്രാൻസിന്റെ പക്കൽ നിന്നും 20ൽ പരം റഫേൽ ഫൈറ്റർ ജെറ്റ് വാങ്ങാനിരുന്നതാണ്. പക്ഷേ ഈ ഒരു ഡീലിൽ നിന്നും പെട്ടെന്ന് അവർ പുറത്തുപോയി. പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇനി തൊട്ട് 4th ജെൻ ഫൈറ്റർ ജെറ്റ് വേണ്ട, ഒന്നുകിൽ 5th ജെൻ ഫൈറ്റർ ജെറ്റ് ഞങ്ങൾ നിർമ്മിച്ചോളാം, അതുമല്ലെങ്കിൽ 5th ജെൻ ഫൈറ്റർ ജെറ്റ് ഞങ്ങൾ വാങ്ങിച്ചോളാം എന്നും പറഞ്ഞ് F-35 വാങ്ങാനുള്ള ഡീലിലേക്ക് പോയി. അങ്ങനെ ഫ്രാൻസുമായുള്ള ഡീലിൽ നിന്നും പുറത്തു വന്നു. അടുത്തത് ഫിൻലാൻഡ്. ഇവരും യൂറോ ഫൈറ്റർ ടൈഫൂൺ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഡീലിൽ അവസാന സമയത്ത് ഈ യുദ്ധവിമാനം വേണ്ട, ഞങ്ങളും 5th ജെൻ എയർക്രാഫ്റ്റ് വാങ്ങാൻ പോകുന്നു എന്നും പറഞ്ഞ് ഫിൻലൻഡും പിന്മാറി. ഈ രണ്ട് ഇൻസിഡൻസും ഉദാഹരണമായി വെച്ച് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്ക മറ്റ് രാജ്യങ്ങളിലേക്ക് അവരുടെ F-35 വിൽപ്പന ചെയ്യാൻ ശ്രമിക്കുന്നതും അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളും ഈ F-35 വാങ്ങാൻ ശ്രമിക്കുന്നതും ഏവിയേഷൻ ഇൻഡസ്ട്രിയെ തന്നെ ബാധിക്കുമെന്നാണ്. ഇപ്പോൾ ഇത്രയ്ക്കും ചിന്തിക്കുന്നവർ എന്തുകൊണ്ട് സ്വന്തമായി അവരുടെ രാജ്യത്ത് വെച്ച് തന്നെ ഈ 5th ജെൻ എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കുറച്ചു വർഷം പിന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. 1980കളിൽ യൂറോ ഫൈറ്റർ ടൈഫൂൺ UK, ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ ചേർന്ന് നിർമ്മിക്കുന്നു. ഈ വിമാനം നിർമ്മിക്കുമ്പോൾ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തത് 4th ജെൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്. പിന്നീട് ഈ ഒരു പ്രോജക്റ്റിന്റെ പ്രവർത്തനത്തിൽ താല്പര്യമില്ലാതെ എന്നായാലും യൂറോപ്പ് യൂണിയൻ രാജ്യങ്ങളിൽ ഒരു പ്രശ്നമുണ്ടാകും. 3-4 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നതിന് പകരം നമുക്ക് സ്വന്തമായി നിർമ്മിക്കാമെന്നും പറഞ്ഞ് ആ ഒരു പ്രോജക്റ്റിൽ നിന്നും പിന്മാറി. ആ പ്രോഗ്രാമിൽ നിന്നും പുറത്തു വന്നതിന് ശേഷമാണ് അവർക്ക് ആവശ്യമായ 4th ജനറേഷൻ റഫേൽ ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കാൻ ആരംഭിച്ചത്. പക്ഷെ അതേസമയം അമേരിക്ക അവരുടെ F-22 റാപ്റ്റർ നിർമ്മിക്കാൻ ആരംഭിച്ചു. ഈ ടെക്നിക്കൽ ലാഗാണ് ഇന്ന് വരെ തുടരുന്നത്. ഇങ്ങനെ ഈ രാജ്യങ്ങൾക്ക് സ്വന്തമായി ഒരു 5th ജെൻ എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ പറ്റില്ല എന്ന സാഹചര്യത്തിലെത്തിയപ്പോൾ ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ, ബെൽജിയം എല്ലാവരും ചേർന്ന് SEAF എന്ന ഒരു ഫ്യൂച്ചർ 5th ജെൻ അല്ലെങ്കിൽ 5+ ജെൻ ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ പ്രോജക്റ്റിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് UK, ഇറ്റലി, ജപ്പാൻ ഈ 3 രാജ്യങ്ങളും കൂടി ചേർന്ന് GCAP എന്ന ഒരു പ്രോഗ്രാമിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു ടെക്നിക്കൽ ലാഗ് എന്തുകൊണ്ട് ഇവർക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ യൂറോപ്പ് യൂണിയൻ രാജ്യങ്ങളിലെ ഐക്യമില്ലായ്മയാണ്. കാരണം ഫ്രാൻസ് യൂറോ ഫൈറ്റർ ടൈഫൂൺ എന്ന ആ പ്രോഗ്രാമിൽ നിന്നും പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ ആ ഒരു എയർക്രാഫ്റ്റ് പെട്ടെന്ന് തന്നെ പൂർത്തിയായേനെ. അതിനുശേഷം അടുത്ത തലമുറയിൽപ്പെട്ട എയർക്രാഫ്റ്റ് നിർമ്മിക്കാനുള്ള പ്രോഗ്രാമിലും ഏർപ്പെട്ടിട്ടുണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ യൂറോപ്പ് യൂണിയൻ രാജ്യങ്ങൾക്ക് അത്ര വലിയ ശത്രുക്കളൊന്നുമില്ല. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് എന്തുകൊണ്ട് പല $1 ബില്യൺ കൊടുത്ത് സ്ക്രാപ്പിൽ നിന്നും പുതിയൊരു എയർക്രാഫ്റ്റ് 5th ജെൻ എയർക്രാഫ്റ്റ് നിർമ്മിക്കണം?
കുറച്ച് ബില്യൺ ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഉപയോഗത്തിലുള്ള വളരെ ഉപയോഗപ്രദമായ ഇപ്പോഴത്തെ 5th ജെൻ എയർക്രാഫ്റ്റായ F-35 വാങ്ങാമെന്ന തീരുമാനത്തിലെത്തി. അതാകുമ്പോൾ ഓർഡർ ചെയ്താൽ 2-3 വർഷത്തിനുള്ളിൽ അവരുടെ ആർമിയിൽ തന്നെ ചേർക്കാനും പറ്റും. കുറച്ച് ബില്യൺ ഡോളർ മാത്രം ചിലവാക്കിയാലും മതി. ഇങ്ങനെ വിചാരിച്ച് നിരവധി രാജ്യങ്ങൾ അവർക്ക് ആവശ്യമായ 5th ജെൻ എയർക്രാഫ്റ്റ് നിർമ്മിക്കാതെ അമേരിക്കയുടെ പക്കൽ നിന്നും F-35 വാങ്ങാൻ തീരുമാനിച്ചു, വാങ്ങിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ മനസ്സിൽ വെച്ചാണ് ഫ്രാൻസ് ഇങ്ങനെ ഒരു വാർണിംഗ് കൊടുത്തിരിക്കുന്നത്. മറ്റൊന്നുമല്ല, വളരെ ലേസിയായിരുന്ന സ്വന്തമായിട്ട് ആവശ്യമായ 5th ജെൻ എയർക്രാഫ്റ്റ് നിർമ്മിക്കാതെ എല്ലാവരും അമേരിക്കയെ വിശ്വസിച്ചിരിക്കുമ്പോൾ അമേരിക്ക യൂറോപ്പ് യൂണിയന്റെ മുഴുവൻ ഏവിയേഷൻ ഇൻഡസ്ട്രിയെ തന്നെ നശിപ്പിക്കുമെന്ന് ഫ്രാൻസ് ഇവിടെ പറഞ്ഞത് 100% ശരി തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അമേരിക്ക സഹായിക്കും, നമ്മൾ കരുതും അത് നിസ്സാരമാണെന്ന്. അമേരിക്ക ഒരു രാജ്യത്തിന് ഏതൊരു സഹായം ചെയ്താലും അതിന്റെ പിന്നിൽ പല കാര്യങ്ങളും ആലോചിച്ചിട്ടായിരിക്കും ആ ഒരു സഹായത്തിന് അവരിറങ്ങി പുറപ്പെടുക. ഒരു ചെറിയ മീനിട്ട് വലിയ മീൻ പിടിക്കുന്നത് പോലെ ചെറിയൊരു ആയുധം കൊടുക്കുക, അതിനുശേഷം അതിന്റെ സ്പെയർ പാർട്സ്, പിന്നീട് മറ്റു പല ഡീലിലും സൈൻ ചെയ്യിക്കുക. ഇങ്ങനെ പല കാര്യങ്ങളിലും അമേരിക്ക ഏർപ്പെടും. പിന്നീട് ആ രാജ്യത്തിന്റെ ഡിഫൻസ് ഇൻഡസ്ട്രിയെ തന്നെ കൊളാപ്സ് ചെയ്യുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും അമേരിക്ക ചെയ്യാറുണ്ട്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അടുത്തത് റഷ്യ ഉക്രൈൻ അപ്ഡേറ്റിലേക്ക് വരാം. ഉക്രൈൻ ആവശ്യമായ 250 മില്യൺ സഹായം അമേരിക്കൻ കോൺഗ്രസ് സഭ അപ്രൂവ് ചെയ്തിരിക്കുന്നു. ഈ 250 മില്യണിൽ എല്ലാം സ്മോൾ റൗണ്ട്സ് ഓഫ് അമ്യൂണീഷൻസ്, ആർട്ടിലറി ഷെൽസ്, എയർ ഡിഫൻസ് സിസ്റ്റം ആൻഡ് ആന്റി ടാങ്ക് വെപ്പൺസ് എന്നിങ്ങനെ കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ട്. എന്നാൽ ഉക്രൈൻ ആവശ്യപ്പെട്ട പല ആയുധങ്ങളും കൊടുത്തിട്ടില്ല എന്നതാണ് സത്യം. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമേരിക്ക ഉക്രൈന് കൊടുക്കുന്ന ആയുധങ്ങളുടെ എണ്ണവും അതുപോലെ തന്നെ കൊടുക്കുന്ന സഹായത്തിന്റെ അളവും കുറച്ചുകൊണ്ട് വരികയാണെന്ന്. മിക്കവാറും വളരെ പെട്ടെന്ന് തന്നെ ഉക്രൈനെ കൈവിടാനാണ് സാധ്യത. അതിനനുസരിച്ച് കുറച്ചു ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ഒരു എമർജൻസി എയ്ഡിൽ നിന്നും 13 മുതൽ 14 ബില്യൺ ഡോളർ ഇസ്രയേലിനും ഉക്രൈന്റെ ഭാവി മനസ്സിൽ വെച്ച് 50 ബില്യൺ ഡോളറിനായുള്ള സഹായം ഉക്രൈന് കൊടുക്കണമെന്നും പറഞ്ഞ് വോട്ടിംഗ് വന്നപ്പോൾ മുഴുവൻ റിപ്പബ്ലിക്കൻസും ഇതിന് എതിരായിരുന്നു. മാത്രമല്ല അമേരിക്കൻ കോൺഗ്രസ് സഭ ഇത് നിഷേധിച്ചിരുന്നു. ഉക്രൈന്റെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് പറയാം. കാരണം ഉക്രൈൻ ഭരണകൂടത്തിന് കീഴിൽ ജോലി ചെയ്തിരുന്ന നിരവധി പേർ സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയവർക്ക് പെൻഷൻ കൊടുക്കാൻ പോലും ആ രാജ്യത്ത് പണമില്ല എന്ന് പറയുന്നു. ഇതിനു വേണ്ടി പോലും അവർ പാശ്ചാത്യ രാജ്യങ്ങളെ പ്രതീക്ഷിക്കേണ്ടി വരുന്നു. ഒരു രാജ്യം പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ യുദ്ധ സാഹചര്യം വന്നു കഴിഞ്ഞാൽ സ്വന്തം കാര്യം നോക്കിയിട്ടായിരിക്കും യുദ്ധത്തിനായി അവർ പണം ചിലവഴിക്കുന്നത്. എന്നാൽ ഉക്രൈന്റെ അവസ്ഥ അതല്ല. ഉക്രൈൻ ആദ്യം വിചാരിച്ചത് റഷ്യയെ പരാജയപ്പെടുത്തണമെന്ന് മാത്രമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഉക്രൈൻ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് റഷ്യയല്ല, ഉക്രൈൻ ജനങ്ങളെ തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഉക്രൈൻ റഷ്യയുടെ പക്കൽ നിന്നും വിജയിച്ചിട്ടും എന്താണ് പ്രയോജനം? അമേരിക്ക ഉക്രൈന് വേണ്ടി ചിലവാക്കിയ മുതലും പലിശയും എല്ലാം തിരിച്ചു വാങ്ങും. ഇതേ അവസ്ഥ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിക്ക് ഉണ്ടായി എന്നതും ശ്രദ്ധേയമാണ്. അടുത്തത് റഷ്യയുടെ ഭാഗത്തു നിന്നും വന്ന ഒരു അറിയിപ്പാണ്. ഡൊണറ്റ്സ്ക് റീജിയണിൽ മറിങ്ക എന്ന ഭാഗം റഷ്യ പിടിച്ചെടുത്തിരിക്കുന്നു. ഇത് ഉക്രൈന്റെ ചീഫ് ഓഫ് ആംഡ് സ്റ്റാഫ് വലേരിയും കൺഫേം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഏരിയ റഷ്യ പിടിച്ചെടുത്തത് റഷ്യക്ക് അഡ്വാൻറ്റേജ് ആണെങ്കിലും ഇപ്പോൾ അവിടെ ഒന്നുമില്ല. 2022 ഈ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് അവിടെ താമസിച്ചിരുന്ന ജനങ്ങളുടെ എണ്ണം 10,000-നും മുകളിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ താമസിക്കുന്നത് വെറും വിരലിലെണ്ണാവുന്നവർ മാത്രമാണ്. അവരും വളരെ പെട്ടെന്ന് തന്നെ ആ നഗരം വിട്ടു പോകും. അതിനു മുമ്പ് തന്നെ റഷ്യ എത്രത്തോളം ആ നഗരത്തെ നശിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നശിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവിടെ ഒന്നുമില്ല. പിന്നീട് അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഉക്രൈൻ ട്രൂപ്സ് അവിടെ നിന്നും പുറത്തു വന്നു എന്നാണ്. കൂടാതെ ആ ഒരു ഭാഗത്ത് മാക്സിമം ഏരിയയും റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അവരുടെ കൺട്രോളിലായിട്ടുണ്ടായിരുന്നു. ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി ഇങ്ങനെ നീണ്ടുപോയാൽ ഇത് ഇവർക്ക് ഉക്രൈൻ സേനയ്ക്ക് വളരെ വലിയൊരു നഷ്ടമുണ്ടാകും. റഷ്യ അവിടെ ചുറ്റിവളയാൻ സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്ത് ഞങ്ങൾ സ്വയമേ പുറത്തു വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന് മറുപടിയായി റഷ്യ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഉക്രൈൻ വളരെ പെട്ടെന്ന് തന്നെ 5 ലക്ഷം സോൾജേഴ്സിനെ ഫ്രണ്ട് ലൈനോട് ചേർന്ന് എത്തിക്കാം. മാസായ ഒരു മൊബിലൈസേഷൻ ചെയ്യാനും സാധ്യതയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ അപ്ഡേറ്റുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, ഉക്രൈൻ അവരുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ് അധികമാക്കിയിട്ടുണ്ട്. ഉക്രൈൻ ജനങ്ങളെ, അതായത് സ്ത്രീകളെയും പുരുഷന്മാരെയും അവരുടെ സൈന്യത്തിൽ ചേരാനായി പറയുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ളവരോട് റഷ്യ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഉക്രൈൻ സൈന്യത്തിൽ ചേരുന്നതിന് മുമ്പ് 1-ന് 2 തവണ ചിന്തിക്കുക. കാരണം ഉക്രൈന് വേണ്ടി യുദ്ധം ചെയ്യാൻ നിങ്ങൾ ഫ്രണ്ട് ലൈനിൽ വന്നാലും നിങ്ങൾക്ക് ആവശ്യമായ സപ്ലൈസ് ഉക്രൈൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും കിട്ടില്ല. ഇതിന്റെ വീഡിയോസ് പ്രൂഫ് ഞങ്ങളുടെ പക്കലുണ്ട്. മാത്രമല്ല അവിടെ കീഴടങ്ങിയിട്ടുള്ള നിരവധി സോൾജേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ആവശ്യമായ വെപ്പൺസ്, സപ്ലൈസ് ഒന്നും തന്നെ ഉക്രൈന്റെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടില്ല എന്ന്. സോ അതുകൊണ്ട് തന്നെ യുദ്ധത്തിന് വരുന്നതിന് മുമ്പ് 1-ന് 2 തവണ ചിന്തിക്കുക എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.